വരരുചി ആരെയാ കല്യാണം കഴിക്കണേന്ന് അറിയണ്ടേ കുട്ടിമണീസ്? വർഷം 17 കഴിഞ്ഞു കേട്ടോ. വരരുചി വീണ്ടും ദേശാടനത്തിനിടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെത്തി. വരരുചിനെ കണ്ട ബ്രാഹ്മണന് വളരെയധികം സന്തോഷമായി. ഇത്രയും വലിയ ഒരു പണ്ഡിതൻ തൻ്റെ വീട്ടിലേക്ക് വന്നു. ബ്രാഹ്മണൻ പഞ്ചമി എന്ന മകളെ വിളിച്ച് പറഞ്ഞു, നമ്മൾ ഭാഗ്യവാന്മാരാണ്, വരരുചി നമ്മളെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. പഞ്ചമിക്കും സന്തോഷമായി. അപ്പോൾ വരരുചി പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നും ഭോജനം കഴിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. അതെന്താണ്? ബ്രാഹ്മണൻ ചോദിച്ചു. വരരുചി പറഞ്ഞു, എനിക്ക് കുളിച്ചു കഴിഞ്ഞു വന്നാൽ വീരാളിപ്പട്ടൊടുക്കണം. അതുമാത്രമല്ല 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ കഴിക്കുള്ളൂ. എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ 1000 കറികൾ വേണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് 3 പേരെ തിന്നണം. 4 പേരെന്നെ താങ്ങുകയും വേണം. ഇത് കേട്ട ബ്രാഹ്മണൻ ഞെട്ടിപ്പോയി. ഇതെന്തൊക്കെ നിബന്ധനകളാണ്? പക്ഷേ പഞ്ചമി അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു, എല്ലാം ഒരുക്കാമെന്ന് പറഞ്ഞോളൂ അച്ഛാ, പോയി കുളിച്ചിട്ട് വരട്ടെ അദ്ദേഹം. അങ്ങനെ വരരുചി കുളിക്കാൻ പോകുമ്പോൾ വരരുചി ചിന്തിച്ചു, പഞ്ചമി അതിസുന്ദരിയാണ്, ബുദ്ധിസാമർഥ്യം കൂടെ എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. അങ്ങനെ വരരുചി കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴുണ്ട് പഞ്ചമി അച്ഛൻ്റെ കയ്യിലൊരു ചീന്തുകോണൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇതാണ് അച്ഛാ അദ്ദേഹം വീരാളിപ്പട്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. വൈശ്യം പൂജ ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ 100 പേർക്ക് ഭക്ഷണം കൊടുത്തതിന് തുല്യമാണ്. അതിനുശേഷം വരരുചി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ചോറിൻ്റെ കൂടെ പഞ്ചമി എന്താ കൊടുത്തേ അറിയോ? ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി 1000 കറികൾക്ക് തുല്യമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ വരരുചിക്ക് പഞ്ചമി എന്ത് കണ്ണു കൊടുത്തതെന്നറിയോ? മുറുക്കാൻ കൊടുത്തു. 3 കൂട്ടി മുറുക്കാൻ. വെറ്റില, അടയ്ക്ക, പാക്ക്. അങ്ങനെ 3 പേരെ കഴിക്കണമെന്നുകൊണ്ട് വരരുചി ഉദ്ദേശിച്ചത് എന്താണ്? മുറുക്കണം എന്നുള്ളതാണ്. അതിനുശേഷം 4 കാലുള്ള കട്ടിലുമ്മേ വരരുചി കിടക്ക വിരിച്ച് കിടന്നു. അങ്ങനെ 4 പേർ വരരുചിനെ താങ്ങി. അതിബുദ്ധിമതിയാണ് അല്ലേ പഞ്ചമി? ഇത് കണ്ട വരരുചിക്ക് സന്തോഷമായി. പഞ്ചമീനെ കല്യാണം കഴിക്കണം എന്നുള്ള മോഹം വന്നു. പഞ്ചമിയുടെ അച്ഛനോട് സംസാരിച്ചപ്പോഴോ അച്ഛന് 100 സമ്മതം. കാരണം വരരുചി അത്രയും പ്രസിദ്ധനാണ് അല്ലേ? അങ്ങനെ വരരുചിയും പഞ്ചമിയും കല്യാണം കഴിച്ച് വീണ്ടും ദേശാടനത്തിനിറങ്ങി. ഒരു ദിവസം അവരൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ പഞ്ചമി വരരുചിയുടെ മടിയിൽ തലവെച്ചിട്ട് വിശ്രമിക്കുക കേട്ടോ. അപ്പോൾ വരരുചി ശ്രദ്ധിച്ചു പഞ്ചമിയുടെ നെറ്റിയിൽ എന്തോ ഒരു പാട്. അപ്പോൾ ചോദിച്ചു, എന്താണ് പഞ്ചമി നിൻ്റെ നെറ്റിയിലൊരു പാട്? പഞ്ചമി പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഒരു വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ തോണിയിൽ നിന്നും ഒഴുക്കി വിട്ട രീതിയിൽ കിട്ടിയതാണ്. ആ പന്തത്തിൽ നിന്നും വീണ വെളിച്ചെണ്ണയാണ് എൻ്റെ തലയിൽ പാടായി കിടക്കുന്നത്. ഇത് കേട്ട വരരുചി ഞെട്ടി. വിധീനെ മാറ്റിയെഴുതാൻ പറ്റിയില്ല അല്ലേ? അങ്ങനെ വരരുചിക്ക് മനസ്സിലായി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. വരരുചി പഞ്ചമിയെ ചേർത്ത് പിടിച്ച് അവർ മുന്നോട്ട് ജീവിതം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഈ കഥ വിശദമായിട്ട് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. കേൾക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് കേൾക്കണേ എല്ലാവരും.